നമസ്കാരം. പ്രായമേറുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് കാൽസ്യത്തിൻ്റെ ആഗിരണം കുറഞ്ഞിട്ടൊക്കെ എല്ലുകൾക്ക് ശരിയായിട്ടുള്ള ഒരു ബലമില്ലാത്തതുപോലെയും അല്ലെങ്കിൽ എല്ലിന് പോറോസിറ്റി വന്ന തേയ്മാനം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ശരിയായിട്ടുള്ള രക്തപ്രവാഹമൊന്നും നടക്കുന്നില്ല, ശരീരത്തിലാകെ വേദനയും നീർക്കെട്ടും അനുഭവപ്പെടുന്നു, ചില സമയത്ത് നടക്കാൻ പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെയുള്ള ഒരു കാര്യം ഉപയോഗിച്ച് നോക്കാം കേട്ടോ. അത് കുലത്ത അല്ലെങ്കിൽ മുതിരയെ കുറിച്ചിട്ടാണ്. മുതിര പലർക്കും ഇഷ്ടമാണെങ്കിൽ പോലും ഒരു വിഭാഗം ആളുകളെങ്കിലും അതിന് ടേസ്റ്റ് വൈസ് അത്ര പോരാ എന്നും പറഞ്ഞ് തള്ളിക്കളയാറുണ്ട്. നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു വെന്ത മുതിരയെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള വെള്ളത്തിലേക്ക് നമുക്ക് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് അതൊരു സൂപ്പ് പോലെ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ രസം ഉണ്ടാക്കുന്നത് പോലെ തന്നെ കായം, വെളുത്തുള്ളി, മുഴുവനായിട്ടുള്ള മല്ലി, ജീരകം ഇങ്ങനെയൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുമല്ലോ. ഈ തയ്യാറാക്കുന്നതിന് കൂടെ നമ്മൾ വെള്ളമായിട്ട് ചേർക്കുന്നത് തക്കാളിയൊക്കെ ചേർത്തതിന് പുളിയൊക്കെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഈ ഒരു മുതിര വെള്ളം ചേർത്തിട്ട് അത് രസം രൂപത്തിൽ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ എളുപ്പമുള്ളൊരു മാർഗം, നമുക്ക് ശരീരത്തിലെ അമിതമായിട്ട് വണ്ണമുള്ള ആളുകളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വയറ് ചാടിയിട്ടുള്ള ആളുകളിൽ, അങ്ങനെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് നന്നായിട്ട് വറുക്കുക എന്ന് പറയുമ്പം എണ്ണയൊന്നും ഇല്ലാതെ തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊട്ടി പൊട്ടി വരുന്ന ഒരു കളറൊക്കെ ചേഞ്ചായി വരുന്ന ഒരു സമയമുണ്ടല്ലോ, ഒരു ഗോൾഡൻ കളർ മാറി ആ ഒരു കളറായി വന്നു കഴിഞ്ഞാൽ അതിനെ ഒന്ന് തണുത്തതിന് ശേഷം നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ച് നല്ലൊരു ബോട്ടിലിൽ ടൈറ്റായിട്ട് സൂക്ഷിക്കാം. എന്നിട്ട് രാവിലെ ഒരു 1-1.5 ഗ്ലാസ് വെള്ളത്തിലേക്ക്, നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു അര സ്പൂൺ ഈ ഒരു കുലത്ത പൗഡർ അല്ലെങ്കിൽ മുതിരപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് തേന് ചേർക്കാം, ഇതും കൂടെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ശരീരത്തിന് നല്ല ഒരു ഭാരം കുറവ് അല്ലെങ്കിൽ വെയിറ്റ് കുറയാനൊക്കെ തന്നെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഈ പൊടി തന്നെ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിലും മുതിർന്നവരിലും ഒരുപോലെ വളരെ സ്വീറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാൽസ്യം പ്രശ്നമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഉപയോഗിക്കേണ്ട മറ്റൊരു രീതി പറയാം. ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതിൽ മുതിര, അതുപോലെ തന്നെ റാഗി പൊടി നന്നായിട്ട് നെയ്യിൽ വറുത്തെടുക്കാം, അല്ലെങ്കിൽ സാധാരണ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അവല് വറുത്ത് മാറ്റി വയ്ക്കുക, എള്ള് നന്നായിട്ട് വറുത്ത് മാറ്റി വയ്ക്കുക, ബദാം, കാഷ്യൂ, പൊട്ടുകടല, നിലക്കടല ഇതെല്ലാം തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അതിന് ശേഷം ഇത് നല്ല പൊടിച്ച് എടുത്ത് നല്ലൊരു മിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈറ്റുള്ള ഒരു ജാറിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരണം തേങ്ങയും ചക്കര അല്ലെങ്കിൽ കരിപ്പെട്ടി പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ മിക്സ് ചെയ്തിട്ട് ആവശ്യമുള്ള സമയത്ത് കഴിക്കാനായിട്ട് എടുക്കാം. പുറമേക്കുള്ള ആ ഒരു സീക്രട്ട് അപ്ലിക്കേഷൻ പറയട്ടെ, ഇത് നിങ്ങൾക്ക് മുട്ടുവേദനയും പ്രശ്നങ്ങളൊക്കെ മാറാണ്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശരീരത്തിൽ അവിടെ ഇവിടെയും വേദന നേർക്കിട്ടും മാറുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ കല്ലുപ്പും ഈ മുതിരയും